നമസ്കാരം. ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ SUV കാറുകളോടാണ് ആളുകൾക്ക് പ്രിയം. അപ്പോൾ SUV വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വാങ്ങുന്നതൊക്കെ SUV വാഹനങ്ങളല്ല. ഒരു സ്യൂഡോ SUV വാഹനത്തെയാണ് എല്ലാവരും വാങ്ങുന്നത്. ഇപ്പം ലാഡർ ഓൺ ഫ്രെയിം ആയിരിക്കണം, 170 മില്ലിമീറ്ററിന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം, ഈ ഒരു വാഹനത്തിന് 4x4 കേപ്പബിലിറ്റി വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്താൽ മാത്രമാണ് ഒരു വാഹനം SUV കാറ്റഗറിയിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഒരു 10 ലക്ഷം 12 ലക്ഷം പോട്ടെ, ഒരു 13-14 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഒരു SUV വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വാങ്ങുന്ന വാഹനങ്ങളൊക്കെ SUV ആണോ? ഒന്നുകിൽ ഒരു ക്രോസ് ഓവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു SUVയുടെ മുഖഭാവമുള്ള ക്ലാഡിംഗ് ഒക്കെ ഉള്ളൊരു വാഹനമായിരിക്കാം. യഥാർത്ഥത്തിൽ ഒരു കാറിനെ ഒരു SUV സ്റ്റൈലിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് SUV ബ്രാൻഡിങ് വെച്ചിട്ട് വിൽക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാറ്റഗറിയിൽ ദ റിയൽ SUV എന്ന് വിളിക്കാൻ കഴിയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള 3 വാഹനങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വാഹനത്തെ 3 വാഹനം എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം ഒരേ നെയിം പ്ലേറ്റിൽ വരുന്ന വാഹനങ്ങളാണ്. ബൊലെറോ നിയോ പ്ലസ് എന്ന് പറയുന്ന വാഹനം. അങ്ങനെ 3 വാഹനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് യാത്രാസുഖവും ഫീച്ചറുകളും അതുപോലെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറുകൾ തേടിപ്പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. നിങ്ങൾക്ക് വേണ്ടത് ഒരു യഥാർത്ഥ SUV, നല്ല കേപ്പബിൾ ആയിട്ടുള്ളൊരു എൻജിൻ, നല്ല ടോർക്കുള്ള എൻജിൻ, അത് മാത്രമല്ല ഓഫ് റോഡിനൊക്കെ ഒരു പരിധി വരെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു റഫ് ആൻഡ് ടഫ് വാഹനം. അത്തരത്തിൽ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ടെക്നിക്കലി പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ വരുന്ന ഏറ്റവും വലിയ ഒരു പരാതി എന്ന് പറയുന്നത് വീഡിയോ ഒരുപാട് ലാഗായി പോകുന്നു എന്നുള്ളതാണ്. മനഃപൂർവ്വമല്ല, ഒരു സ്ക്രിപ്റ്റ് ഒന്നും വെച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, നമ്മുടെ മനസ്സിൽ നിന്ന് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മെക്കാനിക്കലാകുന്നു എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നല്ല നല്ല കോണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഷേപ്പിലേക്കോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബ്യൂട്ടിയിലേക്കോ അല്ലെങ്കിൽ എസ്തെറ്റിക് സെൻസിലേക്കോ ഒന്നും പോകുന്നില്ല. സ്ട്രെയിറ്റ് ടു പോയിന്റ്. ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ MHawk 75 എന്ന് പറയുന്ന 1.5 3 സിലിണ്ടർ എഞ്ചിനാണ് മഹീന്ദ്ര ബൊലെറോയിൽ ഉള്ളത്. ഇനി മഹീന്ദ്ര ബൊലെറോ നിയോ എന്ന് പറയുന്ന വാഹനത്തിലും ഈ 1.5 MHawk 100 എന്ന് പറയുന്ന എഞ്ചിനാണ്. നിങ്ങൾ വിചാരിക്കും ഈ മഹീന്ദ്ര ബൊലെറോയിലുള്ള 1.5 3 സിലിണ്ടർ ടർബോ 75 PS പവറുള്ള ആ ഒരു എഞ്ചിനും, അത് മാത്രമല്ല ബൊലെറോ നിയോയിലുള്ള 100 PS പവറുള്ള ആ ഒരു എഞ്ചിനും, ഇത് രണ്ടും സെയിം എഞ്ചിൻ്റെ 2 വകഭേദമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല. അത് നമുക്ക് വീഡിയോയുടെ അടുത്ത ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. മൂന്നാമത് മഹീന്ദ്ര ബൊലെറോ നിയോ പ്ലസിലുള്ളത് 2.2 ലിറ്റർ MHawk 120 എന്ന് പറയുന്ന എഞ്ചിനാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ബൊലെറോയിലേക്ക് പോകാം. എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നോയ്സി ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നമുക്കത് അരോചകമായിട്ടുള്ളൊരു ഒച്ചയും ബഹളമൊന്നുമല്ല. അത് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. 3 സിലിണ്ടർ എഞ്ചിനുകൾ അത്യാവശ്യം ശബ്ദമൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഈ പറയുന്ന ബോക്സി ഷേപ്പിലുള്ള യഥാർത്ഥത്തിൽ ഒരു റഗഡ് SUVക്ക് വേണ്ട ശബ്ദം ഇവിടെ ഉണ്ട്. പക്ഷേ അത് വളരെ മോശം എന്നുള്ള രീതിക്കല്ല. 75 PS പവറാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. അത് 3600 RPM ആകുമ്പോഴാണ് ആ 75 PS പവറിലേക്ക് ഈ ഒരു എൻജിൻ എത്തുന്നത്. ഇനി ടോർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മികച്ച ഒരു ടോർക്കി വാഹനം തന്നെയാണ്. 210 Nm ടോർക്കാണ്. അത് ജസ്റ്റ് ഒരു 1600 RPM മുതൽ ഒരു 2200 RPM ആകുമ്പോഴത്തേക്കും മാക്സിമം ടോർക്ക് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ MHawk എന്ന് പറയുന്ന ഈ എഞ്ചിനിലെ M എന്ന് പറയുന്നത് മൈക്രോ ഹൈബ്രിഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ടല്ലോ. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ട്രാഫിക്കിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഇട്ടിട്ട് ഐഡിയലിൽ നിൽക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ അങ്ങ് ഓഫ് ആകുന്നു, പിന്നെ പെട്ടെന്ന് നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോഴത്തേക്കും അതങ്ങ് സ്റ്റാർട്ട് ആകുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് MHawk. ഇനി MHawk 100 എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ 1.5 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അവിടെ 100 PS പവറാണ്. 3750 RPM ആകുമ്പോൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 260 Nm ടോർക്കാണ്. അത് 1750 RPM മുതൽ ഒരു 2250 RPM അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 എഞ്ചിനും 12 വാൽവ് 3 സിലിണ്ടർ എഞ്ചിനാണെന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ്. എന്നാൽ ബൊലെറോ നിയോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ 2.2 ലിറ്റർ MHawk 120 എന്ന് പറയുന്ന എഞ്ചിനാണ്. ഈ 120 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 120 PS പവറാണ്. അത് 4000 RPMലാണ് ആ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നത്. 280 Nm ടോർക്കുണ്ട്. അത് 1800 മുതൽ 2800 RPM ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ 4 സിലിണ്ടർ എഞ്ചിനാണ് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 4 സിലിണ്ടറാണ്, 12 വാൽവ് 3 സിലിണ്ടർ എഞ്ചിനാണ് MHawk 75ഉം MHawk 100ഉം എങ്കിൽ
എംഹോക്ക് 120 എന്ന് പറയുന്നത് 4 സിലിണ്ടർ 16 വാൽവാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ടെക്നിക്കലി നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ബോർ സ്ട്രോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75ഉം എംഹോക്ക് 100ഉം ഒക്കെ 83 mm ഇൻറ്റു 92 mm എന്നുള്ള രീതിക്കാണ്. അതായത് ബോർ 83 mm ആണ്, സ്ട്രോക്ക് 92 mm ആണ്. പക്ഷേ എംഹോക്ക് 120ലേക്ക് വരുമ്പോഴത്തേക്കും ബോറ് 89 mm ആണ്, സ്ട്രോക്ക് 92 mm ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മികച്ച റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ എന്ന് പറയുന്നത് ഈ എംഹോക്ക് 120 ആണ് എന്ന് കരുതി എംഹോക്ക് 75ഉം എംഹോക്ക് 100ഉം മോശമായിട്ടുള്ള എഞ്ചിൻ അല്ല, നല്ല കേപ്പബിൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. നിങ്ങൾ നോക്കൂ, എംഹോക്ക് 75ൽ 210 Nm ടോർക്ക്, അത് 1600 RPM ആകുമ്പോഴത്തേക്കും ആ ഒരു ടോർക്ക് ജനറേറ്റ് ആകും. അറ്റ് ദ സെയിം ടൈം എംഹോക്ക് 120ൽ 280 Nm ടോർക്കുണ്ട്. ടോർക്ക് കൂടുതലാണ്, പക്ഷേ അത് ജനറേറ്റ് ആവുന്നത് എപ്പോഴാണ്? 1800 RPM മുതൽ 2800 RPM വരെ ആകുമ്പോഴത്തേക്കാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചെറിയ എഞ്ചിനെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട് ഇവിടെ എംഹോക്ക് 75 എന്ന് പറയുന്ന കാറ്റഗറിയിൽ. പിന്നെ ഇതിൻ്റെ ഒരു എംഹോക്ക് 75ൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫിക്സഡ് ജോമെട്രി ആണ് ഇവിടെ വരുന്നത്, അതായത് FGT എന്ന് നമ്മൾ പറയും. അപ്പോൾ എംഹോക്ക് 100 ആണെന്നുണ്ടെങ്കിലും എംഹോക്ക് 120 ആണെന്നുണ്ടെങ്കിലും അവിടെ VGT ആണ് വന്നിട്ടുള്ളത്, അതായത് വേരിയബിൾ ജോമെട്രി ടർബോയാണ്. അപ്പോൾ ഫിക്സഡ് ജോമെട്രി ടർബോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് വേരിയബിൾ ജോമെട്രി ടർബോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ടെക്നിക്കലി കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇറങ്ങുന്നില്ല, കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവാതെ തന്നെ അത് ഈ ഒരു സ്പെസിഫിക്കേഷൻ ഈ ഒരു വാഹനത്തിലുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൻജിൻ വൈസ് ഈ 3 വാഹനങ്ങളും ബെറ്ററാണ്. 3 സിലിണ്ടർ ആണെന്നും പറഞ്ഞ് ഈ പറയുന്ന ബൊലെറോ നിയോയിലിരിക്കുന്ന 1.5 എഞ്ചിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മികച്ച ടോർക്കി ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. ഡീസൽ വാഹനങ്ങൾ ഓടിച്ച ആളുകൾ പിന്നെ പെട്രോളിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. അപ്പോൾ 2.2 ലിറ്റർ എംഹോക്ക് 120 PS പവർ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ, അത് 4 സിലിണ്ടർ ആണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ കുറച്ചും കൂടെ സൈലൻ്റ് ആയിരിക്കും മറ്റുള്ള 2 എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഈ ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെർട്ടിക്കലി ആണ് ഈ ഒരു എഞ്ചിൻ്റെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിലുള്ള ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങൾക്കൊക്കെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇതിങ്ങനെ വിലങ്ങനെ ആയിരിക്കും, വെർട്ടിക്കലിയാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. കാരണം ഇത് റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. അപ്പോൾ ഈ 3XOയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു എഞ്ചിൻ ഇതിലേക്ക് കൊണ്ടുവരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലേസ്മെൻറ്റിനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല കോസ്റ്റ് കുറച്ചും കൂടെ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്, ഈ ഒരു എഞ്ചിൻ കൊണ്ടുവന്നത്. പക്ഷേ എഞ്ചിൻ മോശം എന്നുള്ളതല്ല. അപ്പോൾ എഞ്ചിൻ സൈഡ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഈ ഒരു വാഹനം അതായത് 3 സിലിണ്ടറാണ്, അത്യാവശ്യം നോയ്സി ആയിട്ടുള്ള വാഹനമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതിനകത്ത് ടൈമിംഗ് ബെൽറ്റ് അല്ല, ടൈമിംഗ് ചെയിൻ ആണുള്ളത്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് ആകുമ്പോഴത്തേക്കും ടോർക്ക് ലോസ് കാര്യമായിട്ടുണ്ടായിരിക്കും. പക്ഷേ ടൈമിംഗ് ചെയിൻ വരുമ്പോഴത്തേക്കും അത്തരം ടോർക്കിൻ്റെ ലോസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഈ റോബസ്റ്റ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ടൈമിംഗ് ബെൽറ്റ് അല്ല, ടൈമിംഗ് ചെയിൻ തന്നെയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട്. ബൊലെറോയിലാണെന്നുണ്ടെങ്കിൽ ലീഫ് സസ്പെൻഷനാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. ബൊലെറോ നിയോ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിംഗ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തുകൊണ്ടൊരു കാര്യം, റൈറ്റ് ഫ്ലോ ടെക്നോളജി ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബൊലെറോയിലാണെന്നുണ്ടെങ്കിലും നിയോയിലൊക്കെ ഈ റൈറ്റ് ഫ്ലോ ടെക്നോളജി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സസ്പെൻഷൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കി എന്നുള്ളതാണ്. പഴയ ബൊലെറോ നിങ്ങൾ ഓടിച്ചിട്ട് ഇപ്പോഴത്തെ ബൊലെറോ ഓടിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയും, 100% ഉറപ്പാണ്. എന്ന് കരുതി ബോഡി റോളിൽ കുറവൊന്നും ഉണ്ടായിരിക്കില്ല. ബോഡി റോള് കുറച്ച് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഇതൊരു ബോക്സി ഷേപ്പിലുള്ളൊരു വാഹനമാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഒരു വാഹനത്തിൽ കയറി ഇരുന്നാൽ ബ്ലൈൻഡ് സ്പോട്ട് ഇല്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ബൊലെറോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ബൊലെറോ നിയോയിലേക്ക് വരുമ്പോഴത്തേക്കും നിയോ പ്ലസ് കുറച്ചും കൂടെ വലിയൊരു വാഹനമാണ്, അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ്. പക്ഷേ ബൊലെറോ നിയോയിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ളൊരു വാഹനമാണ്. ഞാൻ ബൊലെറോയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ബ്ലൈൻഡ് സ്പോട്ടൊക്കെ ബൊലെറോ നിയോയ്ക്കുണ്ട്. ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്, ബൊലെറോ നിയോയുടെ ഫ്രണ്ട് ഡോറ് നിങ്ങൾ തുറക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പിനിൻഫെരീനയുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇറ്റാലിയൻ ഡിസൈൻ കമ്പനി ആയിട്ടുള്ള പിനിൻഫെരീനയുടെ ഡിസൈനൊക്കെയാണ്. നമുക്കറിയാം 2015 ഈ ഒരു വാഹനം TUV 300 എന്നുള്ള രീതിക്ക് വന്നതാണ്. പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹൈ NVHഉം ആ AMT ട്രാൻസ്മിഷനൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു വാഹനം കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് നൽകിയില്ല എന്നുള്ളതാണ്. പിന്നീട് ബൊലെറോ നിയോ എന്നുള്ള പേരിലാണ് ഈ ഒരു വാഹനം വന്നത്. ഇതിൻ്റെ ഡോറ് തുറക്കുമ്പോൾ, ഫ്രണ്ട് ഡോറ് തുറക്കുമ്പോൾ ആ ഡോറിൻ്റെ ഡിസൈൻ കുറച്ചങ്ങോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ നെറ്റിയിൽ വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എത്ര കണ്ട് ശ്രദ്ധിച്ചാലും
ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ നെറ്റിയിൽ തട്ടിയിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ഒരു വാഹനത്തിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത്. ബൊലെറോ എന്ന് പറയുന്ന വാഹനം കുറച്ചും കൂടെ നല്ല വിസിബിലിറ്റി ഉള്ളൊരു വാഹനമാണ്. ഹൈ സീറ്റിംഗ് പൊസിഷനാണ്. ബൊലെറോ നിയോ മോശം എന്നുള്ളതല്ല, പക്ഷേ ബൊലെറോ കുറച്ചും കൂടെ വിസിബിലിറ്റി നൽകുന്നു എന്നുള്ളതാണ്. നമുക്ക് വളരെ എന്താ പറയുന്നത്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു വാഹനം എല്ലായിടത്തും ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. എല്ലാം റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയട്ടെ, ബൊലെറോ നിയോ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലഷ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് നൽകും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സസ്പെൻഷൻ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. FDD ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിംഗ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പിന്നെ MTBCL കൂടെ വന്നിട്ടുണ്ട്. അതെ, MLDയും കൂടെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബൊലെറോ നിയോയുടെ N10 ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റിൽ മാത്രമാണ് ആ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടെക്നോളജി വന്നിട്ടുള്ളത്. എവിടെയെങ്കിലും വാഹനം ഒന്ന് ചതുപ്പിലൊക്കെ ഒന്ന് സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ കൂടുതൽ വീലിന് പവർ വേണ്ടത് അങ്ങോട്ടേക്ക് കൂടുതൽ പവർ വരുന്നു എന്നുള്ളതാണ് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഈ മഹീന്ദ്രയുടെ തന്നെ 3rd ജനറേഷൻ ചേസസ് ആണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചേസസ് യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ പറയുന്ന MHOK 100 അല്ലെങ്കിൽ MHOK 75, MHOK 120 എന്ന് പറയുന്ന ആ ഒരു എൻജിൻ യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 3XOയിൽ ഇരിക്കുന്ന ആ ഒരു എൻജിൻ ഇത്തരം വാഹനങ്ങളിൽ യൂസ് ചെയ്യാത്തത് എന്നൊരു ചോദ്യത്തിൻ്റെ മറ്റൊരു ഉത്തരം തന്നെയാണ് ഈ ഒരു ചേസസുമായിട്ട് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രൈസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എഞ്ചിനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ എഞ്ചിനീയറിംഗ് റീവർക്കുകളൊക്കെ ചെയ്തിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരാം. ഒരു കാര്യം കൂടി എടുത്തു വരാനുണ്ട്. കാരണം ഈ ബൊലെറോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ബാക്കിൽ ലീഫ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഒക്കെ ഈ ഒരു വാഹനത്തിന് കുറച്ച് അധികമായിരിക്കും. അതായത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ മൾട്ടിപർപ്പസ് യൂസിന് ഈ ഒരു വാഹനം മികച്ചതായിരിക്കും എന്നുള്ളതാണ് ഞാൻ അർത്ഥമാക്കിയത്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ബൊലെറോയ്ക്ക് കാര്യമായിട്ടുള്ള തുരുമ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പഴയ ജനറേഷൻ ബൊലെറോയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസങ്ങൾ പുതിയ ബൊലെറോയ്ക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്ന് കരുതി തുരുമ്പ് കാര്യമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ട. അവിടെ ഇവിടെയൊക്കെ തീർച്ചയായിട്ടും തുരുമ്പുണ്ടായിരിക്കും. കാരണം ഈ ഒരു വാഹനം വളരെ അടുത്ത് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു വാഹനം യാർഡിൽ പോയി കണ്ട സമയത്ത് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ തുരുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബൊലെറോ ഇപ്പോൾ വരുന്ന ബൊലെറോയ്ക്ക് അത്രത്തോളം തുരുമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ മുമ്പുണ്ടായിരുന്ന ബൊലെറോയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തുരുമ്പിൻ്റെ ഇഷ്യൂ കാര്യമായിട്ട് കുറവാണ്. ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ സ്ട്രെങ്ത് കൺസ്ട്രക്ഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ, ഇത് 2 എയർ ബാഗ് മാത്രമാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ABS അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട്. അപ്പോൾ സേഫ്റ്റി നോംസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പടി പുറകിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പക്ഷേ റിയലായിട്ട് നമ്മളൊരു കാര്യം നോക്കുമ്പോഴത്തേക്കും ബൊലെറോ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ വാഹനം തന്നെയാണ്. വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു സീരീസിൽ വരുന്ന എല്ലാ വാഹനവും കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. കാര്യമായിട്ടുള്ള ഫാൻസി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ബൊലെറോ നിയോയുടെ N11 അങ്ങനെയുള്ള വേർഷനിലൊക്കെ കുറച്ചും കൂടെ നല്ല ഫാബ്രിക് ക്വാളിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. ബൊലെറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും B8 എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ലെതറൈറ്റ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ല. 2 പാർക്കിംഗ് സെൻസർ മാത്രമാണ് പുറകിലുള്ളത്. പക്ഷേ നിയോയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചധികം ഫീച്ചേഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ വാഹനം കുറച്ച് ഡിഫറൻ്റ് ആണ്. ഈ നിയോ എന്ന് പറയുന്ന വാഹനത്തിൽ നിന്ന് ഞാനൊന്ന് അകന്ന് നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഡോർ തന്നെയാണ്. എങ്ങനെ നോക്കിയാലും എപ്പോഴെങ്കിലും നിങ്ങളുടെ തലക്കിട്ട് അത് തട്ടും എന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. കാരണം അത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യം തന്നെയാണ്. ഡിസൈൻ ലാംഗ്വേജിൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം പലതവണ തുറക്കുന്ന സമയത്തും നമ്മുടെ നെറ്റിയുടെ വളരെ അടുത്തോടു കൂടിയാണ് ആ ഒരു ഫ്രണ്ട് ഡ്രൈവറാണെങ്കിലും ഡ്രൈവർ ഡോർ ആണെന്നുണ്ടെങ്കിലും വളരെ ക്ലോസ് ആയിട്ടാണ്. ഇപ്പോൾ തന്നെ ബൊലെറോ നിയോ പ്ലസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചേസസ് എന്ന് പറയുന്നത് ബൊലെറോയ്ക്ക് വേണ്ടിയില്ല, TUV 300ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചേസസിനെ മോഡിഫൈ ചെയ്ത് റീഡിസൈൻ ചെയ്തിട്ട് കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആക്കി കൊണ്ടുവന്ന ഒരു ചേസസാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു വ്യത്യാസം ആ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും ആ ഒരു വാഹനം, കുറച്ചും കൂടെ റിഫൈൻഡ് ആയിരിക്കും, സൈലൻ്റ് ആയിരിക്കും. ബാക്കിയുള്ള കംഫർട്ട് ലെവൽ എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതുകൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്രയുടെ 3XOയിലുള്ള ആ ഒരു ഡീസൽ എഞ്ചിൻ എന്തുകൊണ്ട് കൊടുത്തില്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ ഒരു വാഹനത്തിലുള്ളത്, അതായത് ബൊലെറോ ക്ലാസിക് ആണെന്നുണ്ടെങ്കിലും ബൊലെറോ നിയോ ആണെന്നുണ്ടെങ്കിലും 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് വരുന്നത്. ബൊലെറോ നിയോ പ്ലസ് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ഗിയർ ബോക്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇപ്പോഴുള്ള ബൊലെറോയിലുള്ള ആ ഒരു MHOK 75 എഞ്ചിനും അതുമാത്രമല്ല MHOK 100ഉം ഒക്കെയാണ്. ഇപ്പം MHOK 2.2 ലിറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 120 PS ഇതെല്ലാം CRDI എഞ്ചിൻ തന്നെയാണ്. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടൈപ്പ് എൻജിൻ തന്നെയാണ് വരുന്നത്. പക്ഷേ പ്രധാനമായിട്ടും ഒന്ന് കോസ്റ്റ് കുറയ്ക്കുക. 3XOയുടെ എൻജിൻ കൊടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോസ്റ്റ് കുറയ്ക്കുക. അത് മാത്രമല്ല ഈ പറയുന്ന ചേസിസിൽ ആ ഒരു എൻജിൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല, അത് റീഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയും.
അത് മാത്രമല്ല ഈ പറയുന്ന ഗിയർ ബോക്സും എഞ്ചിനും നമ്മളൊരു ക്യാമറ ട്രീ അത് ഏറ്റവും നല്ലത് ഈ ഒരു എഞ്ചിനുമായിട്ടാണ്. പിന്നെ എടുത്തുകൊണ്ടൊരു ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനങ്ങൾക്കെല്ലാം ഇപ്പം ബൊലറോ ക്ലാസിക് ആണെങ്കിൽ 1600 കിലോഗ്രാമാണ് അതിൻ്റെ ഭാരം. ബൊലറോ നിയോ ആണെന്നുണ്ടെങ്കിൽ 1650 കിലോഗ്രാമാണ്. പിന്നെ ബൊലറോ നിയോ പ്ലസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1850 കിലോഗ്രാം ഭാരം വരുന്നുണ്ട്. അപ്പം പവർ പെർ ടൺ എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൊലറോയ്ക്ക് ഇപ്പം 1600 കിലോഗ്രാം വരുന്ന ബൊലറോ ക്ലാസിക്കിന് 47.50 ബൊലറോ നിയോയിലേക്ക് വരുമ്പോഴത്തേക്കും അത് 60.61 നിയോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും 64.86 പി എസിലാണ്. ഇപ്പം 47.50 പി എസ്. അപ്പോൾ പി എസ് ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്ക് പെർ ടണ്ണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബൊലറോ ക്ലാസിക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 131.25 ന്യൂട്ടൺ മീറ്ററാണ് പെർ ടൺ എന്ന് പറയുന്നത്. ബൊലറോ നിയോയിലേക്ക് വരുമ്പോഴത്തേക്ക് 157.58 ബൊലറോ നിയോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്ക് 151.35 എന്തുകൊണ്ട് 3XOയിൽ ഇരിക്കുന്ന ഡീസൽ എഞ്ചിൻ ബൊലറോ ക്ലാസിക്കിലും ബൊലറോ നിയോയിലും ബൊലറോ നിയോ പ്ലസിലും കൊടുത്തില്ല എന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരം കൂടിയുണ്ട്. കാരണം ഈ എഞ്ചിനെല്ലാം ലോ എൻഡ് ടോർക്കിനെ നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്യുന്ന എഞ്ചിനാണ്. അതായത് പുള്ളിംഗ് കപ്പാസിറ്റി കൂടുതലാണ് ഇത്തരം എഞ്ചിൻ എന്നുള്ളതാണ്. അതോളം പുള്ളിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലോ എൻഡ് ടോർക്ക് 3XOയിൽ ഇരിക്കുന്ന ഡീസൽ എഞ്ചിൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വാഹനങ്ങളൊക്കെ ഒരു വലിയ സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനങ്ങളല്ല. നല്ല രീതിക്ക് പുള്ളിംഗ് അല്ലെങ്കിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള വാഹനങ്ങളാണ് ഇത്തരം വാഹനങ്ങൾ. അത് തന്നെ ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനത്തെ ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പം ബൊലറോ ക്ലാസിക്കിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 800 കിലോഗ്രാം വരെ അതിന് ഭാരം വഹിക്കാൻ കഴിയും. നിയോയിലേക്ക് വരുമ്പോഴത്തേക്കും അത് 650 കിലോഗ്രാം ആണ്. നിയോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും 700 കിലോഗ്രാം ആണ്. 180 മില്ലിമീറ്റർ ആണ് എല്ലാ വാഹനങ്ങളുടെയും ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 180 ആണെങ്കിൽ പോലും അതിനെ ഒരു ക്രോസ് ഓവർ വാഹനമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു സ്യൂഡോ SUV ആയിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ക്രെറ്റയ്ക്കൊക്കെ 180 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. 5 പേര് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും. 180യിൽ നിന്നും ഏകദേശം ഒരു 170യിലേക്കൊക്കെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം വാഹനങ്ങളുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 180 ആണെന്നുണ്ടെങ്കിൽ ആളുകൾ കയറി ഇരുന്നാൽ പോലും 180 എന്ന് പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആ ഒരു നമ്പറിന് യാതൊരുവിധ വ്യത്യാസവും വരില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീൽ ബേസ് 2680 മില്ലിമീറ്റർ ആണ്. അപ്പം നിയോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും വീൽ ബേസ് ഒക്കെ സെയിം തന്നെയാണ്, കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൊലറോ ക്ലാസിക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1880 മില്ലിമീറ്റർ ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 1745 മില്ലിമീറ്റർ ആണ്. ലെങ്ത് നമുക്കറിയാം 3995 മില്ലിമീറ്റർ ആണ്. ബൊലറോ നിയോയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ലെങ്ത് 3995 മില്ലിമീറ്റർ, വിഡ്ത്ത് 1795 മില്ലിമീറ്റർ, ഹൈറ്റ് 1817 മില്ലിമീറ്റർ ആണ്. വീൽ ബേസ് ഞാൻ പറഞ്ഞു 2680 മില്ലിമീറ്റർ ആണ് ഈ 3 വാഹനങ്ങൾക്കും. പക്ഷേ ബൊലറോ നിയോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ലെങ്ത് 4400 മില്ലിമീറ്റർ ആയിട്ട് കൂടി എന്നുള്ളതാണ്. വിഡ്ത്ത് 1795 മില്ലിമീറ്റർ തന്നെയാണ്. അത് ബൊലറോ നിയോ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും സെയിം ആണ്. പക്ഷേ ബൊലറോ ക്ലാസിക്കിൽ 1745 മില്ലിമീറ്റർ മാത്രമാണ് വിഡ്ത്ത് ഉള്ളത്. വിഡ്ത്ത് കുറച്ച് കുറവാണ് ബൊലറോ ക്ലാസിക്കിന്. ഹൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും 1812 മില്ലിമീറ്റർ ആണ് ബൊലറോ നിയോ പ്ലസ്. അപ്പം ഈ 3 വാഹനങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ വാഹനം 1812 മില്ലിമീറ്റർ ഉള്ള ബൊലറോ നിയോ പ്ലസ് എന്ന് പറയുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൊലറോ ക്ലാസിക് ആണെന്നുണ്ടെങ്കിലും ബൊലറോ നിയോ ആണെന്നുണ്ടെങ്കിലും 1493 cc വാഹനമാണ്. 75 PS പവറും 100 PS പവറുമാണ് ആ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി. അത് ബൊലറോ നിയോയിൽ 100 ആണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മൈലേജ് എന്ന് പറയുന്നത് ബൊലറോ ക്ലാസിക്കിന് ഒരു 13 മുതൽ 16 വരെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. ഹൈവേയിലൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ 17ലേക്ക് എത്തിക്കാൻ നമുക്ക് തീർച്ചയാണ്. നിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 17 കിലോമീറ്ററൊക്കെ ഹൈവേയിൽ ലഭിക്കും. ലോക്കൽ ഓട്ടത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സിറ്റി ട്രാഫിക് കണ്ടീഷനിലൊക്കെ ഒരു 13 to 14 കിട്ടും. എന്നാൽ നിയോ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ 2.2 ലിറ്റർ CRDI ഇൻലൈൻ എംഹോക്ക് 120 PS എന്ന് പറയുന്ന അല്ലെങ്കിൽ 120 എന്ന് പറയുന്ന എഞ്ചിനാണ്. അത് 4 സിലിണ്ടറാണ്. അവിടെ നമുക്കൊരു 10 പ്രതീക്ഷിച്ചാൽ മതി. ഇനിയിപ്പം ഹൈവേയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 13-14 മാക്സിമം 13-14 നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ടയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബൊലറോ ക്ലാസിക്കിൽ 15 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. 215, 75, R15 ആണ് അവിടെ വരുന്നത്. ബൊലറോ നിയോയിലേക്ക് വരുമ്പോഴത്തേക്കും 215, 75, R15 തന്നെയാണ്. പക്ഷേ N11 എന്ന് പറയുന്ന വേരിയൻറ്റിൽ 215, 70, R16 എന്ന് പറയുന്ന പ്രൊഫൈൽ വരുന്നുണ്ട്. ആ പ്രൊഫൈൽ തന്നെയാണ് സെയിം ബൊലറോ നിയോ പ്ലസിലും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ ഡീസൽ എഞ്ചിനിൽ മാക്സിമം മൈലേജ് ലഭിക്കുക എന്നുള്ളത് ആ വാഹനം എങ്ങനെ ഓടിക്കുന്നു, ഏത് പ്രതലത്തിൽ ഓടിക്കുന്നു, അതിൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും. എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് ഇതിൻ്റെ മൈലേജ് നമുക്ക് ഓടിച്ച് മാക്സിമം എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഓടിച്ചാൽ നല്ല മൈലേജ് ലഭിക്കും.
18-19 ബൊലറോയിൽ തീർച്ചയായിട്ടും ലഭിക്കാവുന്ന മൈലേജ് തന്നെയാണ്. എങ്ങനെ നോക്കിയാലും ഒരു 17 തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷേ നമ്മൾ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള വാഹനങ്ങളാണ് ഇത്തരം വാഹനങ്ങൾ. 180 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല. ഞാൻ അത് വീണ്ടും എടുത്തു പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് 180 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ വാഹനത്തിൽ ലോഡ് കയറ്റിയാൽ പോലും വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകില്ല. അത് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യമാണ്. വാഹനം റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള വാഹനം തന്നെയാണ്. NVH ലെവലൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇപ്പോൾ ഇറങ്ങുന്ന മോഡലുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഇതിന് ഒരിക്കലും ഒരു ക്രോസ് ഓവർ സ്യൂഡോ SUV ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. ഇപ്പോൾ ബൊലറോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ലക്ഷം മുതൽ ഏകദേശം ഒരു 9,69,000 വരെയാണ് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള B8-ൻ്റെ ഒരു പ്രൈസ് കിടക്കുന്നത്. ബൊലറോ നിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 8.5 ലക്ഷം മുതൽ 9,99,000 വരെയാണ് അതിൻ്റെ ഒരു പ്രൈസിങ് ലഭിക്കുന്നത്. അപ്പം N10 ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻ്റാണ് ബൊലറോ നിയോയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കാണ് ബൊലറോ വേണ്ടത്? ഈ ഒരു പ്രൈസ് റേഞ്ചിൽ യഥാർത്ഥ SUV വേണം, നല്ല ടോർക്കി ആയിട്ടുള്ളൊരു എൻജിൻ വേണം, കേപ്പബിൾ ആയിട്ടുള്ളൊരു വാഹനം വേണം, ഏത് ടെറൈനിലും കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെയുള്ളവർക്ക് ബൊലറോ ക്ലാസിക് മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ്. ബൊലറോ നിയോ പ്ലസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ട് ലെവൽ കൂടി എന്നുള്ളതാണ്. ബൊലറോ നിയോയിലേക്ക് വരുമ്പോഴത്തേക്ക് കംഫർട്ട് ലെവൽ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ SUV വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല രീതിക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്ന വാഹനങ്ങളാണ് ബൊലറോ നിയോ പ്ലസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു വാഹനത്തിൻ്റെ തുരുമ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. കാരണം മഹീന്ദ്ര വാഹനങ്ങളിൽ കാര്യമായിട്ടുള്ള തുരുമ്പ് ഈ ഒരു മോഡലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ബൊലറോയിൽ കാര്യമായിട്ടുള്ള തുരുമ്പില്ല എന്നൊക്കെ പറഞ്ഞാലും തുരുമ്പ് തീർച്ചയായിട്ടും അവിടെ ഇവിടെയൊക്കെ വരും. എക്സ്പെഷ്യലി ഈ ഒരു വാഹനത്തിൻ്റെ വിൻഷീൽഡ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ആ വെള്ളം വരുന്ന ആ ഒരു ചെറിയ ഒരു ഏരിയ അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. കാരണം ഈ തുരുമ്പ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ക്യാൻസർ പോലെ പടർന്ന് പിടിച്ച് ബോഡിയിൽ നല്ല പാച്ച് വർക്കുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും മുമ്പുണ്ടായിരുന്ന ബൊലറോ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഇറങ്ങുന്ന ബൊലറോ നിയോ പ്ലസിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് തുരുമ്പൊന്നും അങ്ങനെ പോയി എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും റഫ് ആൻഡ് ടഫ് വാഹനം വേണം, നിങ്ങൾ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ SUV ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുള്ള കുറച്ചും കൂടെ ബെറ്റർ റൈഡ് ക്വാളിറ്റി ഇപ്പോൾ നൽകുന്ന ബൊലറോ നിയോ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വലിയ വാഹനമാണ്. എന്നാൽ പോലും ബൊലറോ നിയോ ഒക്കെ വളരെ മികച്ച ഒരു പാക്കേജ് തന്നെയാണ്. തീർച്ചയായിട്ടും മാക്സിമം ഭാഗങ്ങൾ കവർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. വീഡിയോ ലാഗ് ഉണ്ട് എന്നൊരിക്കലും പറയരുത്. കാരണം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം ഇത്തരം വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. നല്ല കോൺറ്റന്റുകളായിട്ട് വീണ്ടും കാണാം. സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. ഇത്രയും സമയം വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.